വെടിനിർത്തലിന് തൊട്ടു പിന്നാലെ ലെബനനിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് പേർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. ഇവിടെ ഒരു മുന്നറിയിപ്പുമായി ഇസ്രായേലിന്റെ സേന IDF രംഗത്തെത്തിയിരിക്കുന്നു. തെക്കൻ ലെബനനിലേക്ക് വരുന്ന, പ്രത്യേകിച്ച് തെക്കൻ ലെബനനിലെ 62 ഗ്രാമങ്ങളിലേക്ക് വരുന്ന ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരരുത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെടിനിർത്തലാണ്, സമാധാനമാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. അതിന് പ്രധാന കാരണം ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും അടക്കം അവിടെ പാകിയിരിക്കുന്ന മൈനുകൾ, ഒപ്പം പൊട്ടാത്ത ഷെല്ലുകൾ, ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, ആയുധത്തിൻ്റെ ഭാഗങ്ങൾ എല്ലാം കൊണ്ട് ഈ ഗ്രാമങ്ങളാകെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുകയാണ് എങ്കിൽ പൊട്ടാത്ത ഷെല്ല് ഒരുപക്ഷെ പൊട്ടിയേക്കാം, ഇല്ലെങ്കിൽ മൈനുകൾ എവിടെയൊക്കെയാണ് എന്ന് പോലും ഹിസ്ബുള്ളക്ക് അറിയില്ല, ഇല്ലെങ്കിൽ ഹിസ്ബുള്ളക്കാരും വന്ന് മൈൻ കാണിച്ചു തരികയുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മടങ്ങാവൂ, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ ദുരന്തമുണ്ടാകുമെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. വിതച്ചത് കൊയ്യാതെ പോകില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് ഒരു അപകടത്തിലേക്ക് വരരുത് എന്ന് ഇസ്രായേൽ പറയുന്നു. നമുക്കറിയാം, സാധാരണഗതിയിൽ യുദ്ധമുണ്ടായ ഇടങ്ങളിലൊക്കെ വർഷങ്ങൾ തന്നെ എടുത്താണ് അതിൻ്റെ അണുകിരണങ്ങൾ നശിപ്പിക്കുന്നു, ഒപ്പം തന്നെ ആയുധഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതും അവിടേക്ക് പിന്നീടാണ് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാറുള്ളത്. ഏതാണ്ട് ലെബനനിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പലായനം ചെയ്തവരൊന്നും ഈ അടുത്ത കാലത്തേക്ക് കുറഞ്ഞ പക്ഷം തെക്കൻ ലെബനനിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ